കോൾ ഓഫർ ഉള്ള ഈ കാലത്തും ആരാ ഈ മിസ് കോൾ ഇട്ട് കളിക്കുന്നത്? അതോ ഇനി നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ട് കട്ടായതാണോ? ആരായിരിക്കും അത്? എനിക്ക് മിസ് കോൾ ഇട്ട് കളിക്കാൻ ധൈര്യമുള്ള ആൾ. ഇപ്പൊ വെറും മിസ് കോളേ കൊടുത്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് സാമ്പിൾ ആണ്. ഇതുപോലെ കളിപ്പിച്ച് അവനെ കൊണ്ട് പണിഷ്മെന്റ് തിരിച്ചെടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് അമൂല്യന്നേ അല്ല. ഇതെന്താ വെറുതെ തമാശയാ? ഹലോ ഹലോ ചേട്ടാ, സുഖാണോ ചേട്ടന്? ഒരു പെണ്ണിന്റെ വോയിസ് അല്ലേ ഇത്? എന്റെ ഫോണിലേക്ക് വിളിക്കാൻ ധൈര്യമുള്ള പെണ്ണാരാ? ആരോ എന്നെ വോയിസ് മാറ്റി കളിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഞാനിപ്പോ ഡയൽ ചെയ്യാം. ഈ പാട്ടിനെ നിങ്ങളുടെ കോളർ ട്യൂണായി സെറ്റ് ചെയ്യാൻ ഒന്ന് അമർത്തുക. കമ്പനി കോളോ? ഇതാരോ മനഃപൂർവ്വം കളിപ്പിക്കുന്നതാ. ആരായിരിക്കാനാവും ചാൻസ്? നോൺസെൻസ്, ആബ്സല്യൂട്ട് ടൈം വേസ്റ്റ്. ഫോൺ വെച്ചിട്ട് പോകല്ലേ ചേട്ടാ. ചേട്ടനോ? മച്ചാനെ വാ, എൻ മച്ചാനെ വാ, മറ്റാരും കാണാതെ അച്ചാരം താ. ഈ പാട്ടിനെ നിങ്ങളുടെ കോളർ ട്യൂണായി സെറ്റ് ചെയ്യാൻ രണ്ടമർത്തുക. അമർത്തണോ വേണ്ടോ എന്ന് എന്റെ ഇഷ്ടമാ. നീ ആരാടി? എന്നെ എന്തിനാ ശല്യം ചെയ്യുന്നേ? കള്ള കള്ള കൊച്ചു കള്ള, നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാടാ. സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ലവാണ്. ഈ പാട്ടിനെ നിങ്ങളുടെ കോളർ ട്യൂണായി സെറ്റ് ചെയ്യാൻ 3 അമർത്തുക. യോ ഇഡിയറ്റ്, ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കടി. ഞാൻ ഉറപ്പായിട്ടും വരാൻ ചേട്ടാ. ഇവിടെ വരെ വന്നിട്ട് നേരിട്ട് കാണാതെ പോവോ? ഉറപ്പായിട്ടും വരാൻ ചേട്ടാ. മാഡം, ഇതൊക്കെ വർക്കാവുന്ന തോന്നുന്നുണ്ടോ? അത് നടക്കോ ഇല്ലയോ എന്നാ നമ്മൾ നടക്കൂന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത് മതി. ബാക്കി എന്താകുന്ന നമുക്ക് കാണാം. അവൻ നാമം ജപിച്ച് ഓടി നടക്കണം. ഫോണിപ്പോ സൈലന്റിലായത്. കോള് വന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. ഇവിടെ എന്റെ മദർ ഇന്ത്യ ഷാരിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറയാന്ന് വെച്ചപ്പോ കോള് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഈ ആൺകുട്ടികളുടെ ജീവിതാനുഭവം എല്ലാം വെച്ച് ഒരു നോവൽ തന്നെ നമുക്ക് എഴുതാം. ഇപ്പഴാ മനസ്സിലായി പണ്ടുള്ളവര് പറയുന്നൊക്കെ എത്ര സത്യം. വിളിച്ചതെന്തിനു വീണ്ടും വെറുതെ, വിളിച്ചതെന്തിനു വീണ്ടും വെറുതെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കോളാം. ഹലോ ഹലോ പ്രമി. ചേച്ചി. ഹലോ 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 ചേച്ചി. നാശം പിടിച്ച ഫോൺ. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അതെ, നിങ്ങളുടെ വല്യമ്മയെ ഫോൺ വിളിച്ചത്. നിന്റെ മൊബൈലിൽ വല്യമ്മയൊന്ന് വിളിച്ചതാ മോളെ.
ഹലോ പ്രമി, നീ തന്നെയല്ലേ? റേഞ്ച് കട്ടായി പോയതാ. ഞങ്ങളുടെ വീട്ടില് ഫോൺ ശരിയല്ലേ ചേച്ചി, അതുകൊണ്ട് ആരതിയുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നേ. ഞാനവിടെ വന്നു പറയണോന്നാണ് വിചാരിച്ചത്. എന്നാ ആദിക്ക് വിശേഷം ഉണ്ടല്ലോ, അവൾക്ക് ഇതെല്ലാം പുതുമയല്ലേ. ഒറ്റയ്ക്കാക്കിയിട്ട് വന്നാൽ പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ വരാത്തെ. ഹലോ ഹലോ. വീണ്ടും കേൾക്കുന്നില്ല മോളെ, എന്തു പറ്റി എന്തോ. അമ്മു ഉറക്കെ കേൾക്കാൻ വേണ്ടി സ്പീക്കറിലൊക്കെ ഇടത്തില്ലേ, അതുപോലെ ഇട്. ലൗഡ് സ്പീക്കർ അമ്മേ. അത് തന്നെ. പ്രമി, കേൾക്കുന്നുണ്ടോടി? അമ്മേ ഇങ്ങനെ തന്നെ പിടിച്ച് സംസാരിക്കും. ആ ഇപ്പൊ ശരിക്ക് കേൾക്കുന്നുണ്ട് ചേച്ചി. എന്തുകൊണ്ട് വിശേഷം അവിടെ? അമ്മൂമ്മയാവാൻ പോകുന്നതിന്റെ അഹങ്കാരം ഉണ്ടോ നിനക്ക്? ഇല്ലടി പെണ്ണെ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ വരാത്തതിൽ ഒരു പ്രശ്നവുമില്ല ചേച്ചി. ആദ്യക്ക് വേണ്ടി പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇവിടെ. കുഞ്ഞു നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിശേഷമുള്ള പെണ്ണുങ്ങൾക്ക് ചേച്ചി മാങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, ഉപ്പേരി, ഈ സാധനങ്ങളൊക്കെ എല്ലാം തരാമെന്ന് കരുതി ഉണ്ടാക്കിയതാ ചേച്ചി. ഇതിനാണ് ഞാൻ പറയുന്നത്, നീ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം കൂടുതലാണെന്ന്. 4 കുട്ടികളെ പ്രസവിച്ച് നിനക്കെല്ലാം ശരിയായിട്ട് തന്നെ അറിയാം. പ്രമി, ഇനി മറ്റൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. അതെയോ ചേച്ചി? എന്താണ് കാര്യം? ആദ്യയുടെ വയറ്റിലുള്ളത് ഇരട്ടക്കുട്ടികൾ വല്ലതും ആണോ? അതൊന്നുമല്ല പ്രമി, നമ്മുടെ സാരികയുടെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതെയോ ചേച്ചി? വളരെ നല്ല കാര്യമാണല്ലോ. ആരാണ് ചേച്ചി പയ്യൻ? മറ്റാരാ പ്രമി, നമ്മുടെ ആദ്യയുടെ ചേട്ടൻ വിക്രാന്ത്. ചെല്ല് മാഡം, 5 മണിയാകാൻ പോകുന്നു. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കും മാഡം. ചെല്ല് മാഡം. ഇന്ന് ഒരു കാരണവശാലും ഓറ്റ് ചെയ്യാൻ പറ്റില്ല മാഡം. പോയി ചോദിക്കും മാഡം. ബോസ് ക്യാബിനിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 8 മണി വരെ ഈ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പ്ലീസ് മാഡം, മാഡം ഒന്ന് പോയി സംസാരിച്ചു നോക്കാം. ശരി, ഞാൻ പോയി നോക്കാം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഫോണിൽ പറഞ്ഞാ പോരെ. എന്റെ ക്യാബിനിലേക്ക് എന്തിനാ വരുന്നത്? ബോസ്, ഫീമെയിൽ എംപ്ലോയീസിനെല്ലാം നേരത്തെ പോണെന്ന് പറയുന്നു. ഫീമെയിൽ എംപ്ലോയീസ് ആണോ പറയുന്നത്, അതോ നിന്റെ കാര്യമാണോ നീ പറയുന്നത്? ബോസ് ആണല്ലോ എന്നോർത്ത് കുറച്ച് കൂടുതൽ റെസ്പെക്ട് കൊടുത്തപ്പോ കുറച്ച് റെസ്പെക്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം അറിയില്ലേ? നീ എന്തൊന്നും പറയാത്തെ? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? അല്ല, ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യ പറഞ്ഞത്. എല്ലാവരുടെയും വീട്ടിൽ അതൊരു പ്രശ്നം. സഡൻ ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് പ്രോബ്ലം ആവില്ലേ? ഞാൻ ചെയ്ത തെറ്റിന് എന്തിനാ വെറുതെ അവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നേ? അതെ, പാവം പെൺകുട്ടികളെന്ന് പറഞ്ഞാ വെറുതെ ആണോ? ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ സീരിയലിൽ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ ശരി, അവരോട് പോവാൻ പറഞ്ഞോളൂ. നമ്മുടെ ബോസിന് നല്ല ബുദ്ധി ഉദിച്ചോ? അപ്പൊ അമൂല്യ മാഡം, അവർക്കെല്ലാം പകരമായിട്ട് നീ 1 മാസം ഓട്ടി ചെയ്യണം. ഓക്കെ അല്ലേ? ഞാനെന്തിനാ ഇവിടെ 1 മാസം ഓറ്റ് ചെയ്യുന്നേ? അത് നടക്കില്ല. ആക്ച്വലി ഇന്നലെ നടന്ന കാര്യത്തില് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പാവമല്ലേ? ഒന്നെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കണം, അല്ലെങ്കിൽ നീ 1 മന്ത് ഓട്ടി ചെയ്തിരിക്കണം. ശരിയല്ലേ സുമേഷ്? യെസ് ബോസ്, നിങ്ങൾ ഒരു കാര്യത്തിലും കള്ളം പറയാറില്ലല്ലോ. ഫെയർ എന്നെ. അതെന്നെ. ജോലി ചെയ്യാൻ നല്ല മടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കാനാ വന്നത്. ഇതും ജോലി തന്നെയാ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? പോയി നിന്റെ വർക്ക് ചെയ്യാൻ നോക്കൂ. താൻ എഴുതിക്കോ. എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവനോടൊപ്പം നമ്മുടെ ശാരിയുടെ നിശ്ചയം നടത്താൻ പോന്നോ? ഇപ്പൊ അവൻ ഇതെല്ലാം മറന്ന് സുഖമായിട്ടിരിക്കുക. ആദ്യം സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോയിരുന്നു. സിദ്ധാർത്ഥ് എല്ലാം പറഞ്ഞു. എന്തായാലും ആ പയ്യൻ ഒരു നല്ല സ്വഭാവം ഉള്ളവനല്ലേ? നീ പറയുന്ന കാര്യമൊക്കെ കൊള്ളാം. സ്വർണ്ണക്കത്തിയാണെന്ന് പറഞ്ഞ് മൂക്ക് വെട്ടാൻ പറ്റുമോ? ആ വേദാന്തിന്റെ താഴെ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മുടെ അമ്മു ജോലി രാജിവെച്ചു വന്നു.
ചേച്ചി അവരുടെ വീട്ടിൽ എല്ലാവർക്കും ഓരോ രീതികളാണ്. അവരെ പറ്റി ഓർക്കുമ്പോ എന്റെ ശരീരം അങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ശാരിക പോയി കല്യാണം കഴിച്ചാലും അവരുടെ വീട്ടിൽ തന്നെയല്ലേ പോയി നിൽക്കണ്ടേ ചേച്ചി? അവർക്ക് ഇത്തിരി കാശിന്റെ അഹങ്കാരം ഉണ്ടെന്നത് സത്യമാണ്. നമ്മുടെ ശാരീരിക അഹങ്കാരം കുറവാണോ? ഞാനും നെയ്യും കഷ്ടപ്പാടറിഞ്ഞു വളർന്നവരാ. എന്നാൽ ഈ കാലത്ത് അങ്ങനെയല്ലല്ലോ. ഇവിടെ അച്ഛൻ ചന്ദ്രൻ വേണമെന്ന് പറഞ്ഞാലും കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ്. മക്കളുടെ സന്തോഷമാണ് മുഖ്യമെന്ന് കരുതി സമ്മതിക്കണം. അതും സത്യം തന്നെയാ. ഇപ്പോഴത്തെ കാലത്തെ മക്കളെ പറ്റി ഒന്നും പറയുകയും വേണ്ട. ശാരിക തന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് ജീവിക്കണം, അത്ര തന്നെ. ഞാനും അങ്ങനെ വിചാരിച്ച സമ്മതം മൂളി. ശരി ചേച്ചി, എന്തായാലും നാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കാം. കൂട്ടത്തിൽ ആദ്യക്ക് കുറച്ച് പലഹാരം കൂടി ഉണ്ടാക്കാനുണ്ട്. അതും കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരാം. ശരിയടി. ശരി ചേച്ചി. ഇന്നാ മോളെ, ഞാനിപ്പോ വരാം മോളെ. നമ്മുടെ സാരികയുടെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ആരാണ് ചേച്ചി പയ്യൻ? മറ്റാരാ പ്രമി? നമ്മുടെ ആദ്യയുടെ ചേട്ടൻ വിക്രാന്ത്. മാഡം, ഇന്നലത്തെ പോലെ ഇന്നും ലേറ്റ് ആകുകയാണെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും വീട്ടിൽ കേട്ടില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അമൂല്യ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. ഇന്നലെ തന്നെ സിമ്മിങ് തരൂ. ഞാൻ റിസീവ് ചെയ്യില്ല. ഹലോ, ആരായി വിളിക്കുന്നത്? ആരോ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നെന്നാ ചോദിച്ചത്. ലിസൺ, ഇതിലേക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് കോൾസ് വരുന്നതാ. എന്റെ ലൈൻ വെറുതെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്. എന്തിനാ ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളുടെ ചിരി കണ്ടിട്ടാ വീണു പോയതെന്ന് അറിയില്ലേ? എന്ത്? ചേട്ടനോ? നീ എന്താ എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണോ? ഇറിറ്റേറ്റിംഗ് ഇഡിയറ്റ്. ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാതെ വേറെന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ ചേട്ടാ? നിങ്ങൾ എനിക്ക് വലിയ ജീവനാ. നിങ്ങളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതിന് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ശരിയാണോ? ചെയ്യാൻ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും കിണറ്റി പോയി ചാടടേ. നോൺസെൻസ്. ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്രേ. അതെങ്ങനെ സംഭവിക്കും പിയെ? അതും ഞാനേ. ഒരു ചാൻസ് ഇല്ല ബോസേ. നിങ്ങൾ കല്യാണം കഴിക്കുവാണെങ്കിലും ഒരു പെണ്ണിനെ ആയിരിക്കില്ല നീ ലോകത്തിന് മുഴുവൻ അറിയാം. എന്ന് വെച്ചാ താൻ എന്താടോ ഈ ഉദ്ദേശിക്കുന്നേ? ബ്ലഡി നോൺസെൻസ്. അങ്ങനെയല്ല ബോസേ, നിങ്ങൾക്ക് പെണ്ണുങ്ങളെന്നാലേ ഇഷ്ടമല്ലാന്നൊരു ബിൽഡപ്പ് കൊടുക്കാൻ പോയതാ. ഒരു കോമ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയപ്പോ അതിന്റെ അർത്ഥം മാറിപ്പോയി. നീ തന്നെ ഒരു തെറ്റല്ലേ? പിന്നെ എങ്ങനെ അർത്ഥം മാറാതിരിക്കും? എന്നെ വേണം പറയാൻ. ബോസ്, ഈ പ്രശ്നങ്ങളെല്ലാം നമുക്കിടയിലെ ആരോ ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വാ. സോറി ബോസ്, എന്തോ തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ഡൺ. പോയിട്ട് വരാം. ബോസ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഫോൺ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.
ഏയ്, ഒരു വട്ടം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇനി വിളിച്ച പോലീസ് കംപ്ലൈന്റ് ചെയ്യും ഞാൻ. കംപ്ലൈന്റ് കിട്ടിയിട്ടാ വിളിക്കുന്നത്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. സ്ത്രീകളോട് ഈ രീതിയിലാണോ സംസാരിക്കേണ്ടത്? ഹലോ മാഡം, അത് എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. എന്റെ പേര് പ്രമോദ ദേവി, കേരള മഹിളാ സമാജത്തിന്റെ അധ്യക്ഷ. പറയൂ മാഡം. നിങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങളുടെ ഓഫീസിൽ സ്ത്രീകളെ ചേർത്തിട്ട് അവരുടെ മേലിൽ ചൂഷണം നടത്തിയെന്ന ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ചൂഷണോ? ഞങ്ങളോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. 8 മണി കൂടുതൽ ജോലി ചെയ്യിപ്പിച്ച കമ്പനി ക്യാബ് പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഓവർ ടൈം ചെയ്യിപ്പിക്കണമെങ്കിൽ ആദ്യം ലേബർ ഓഫീസിലോട്ട് ഇൻഫോർമേഷൻ തരണം. നിങ്ങൾ അത് ചെയ്തായിരുന്നോ? മാഡം, അത് എന്തുപറ്റി? നിങ്ങൾക്ക് അവിടെ HR ഇല്ലേ? 8 മണിക്ക് ശേഷം ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് തന്നെ ക്യാബ് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾ ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? മാഡം, ഈ ഓഫീസിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. ഇനി ഒരിക്കൽ കൂടി നിങ്ങളെ പറ്റി കംപ്ലൈന്റ് കിട്ടിയാൽ ഞങ്ങൾ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും. ഷുവർ മാഡം. ഇനി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എടോ പിയെ, നാളെ മുതൽ ആരും വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കേ. ഇനി ഒരിക്കലും ഈ നമ്പർ ഓഫീസിൽ കൊടുക്കാൻ പാടില്ല. ഒരു ദിവസം കൊണ്ട് OT-യുടെ കാര്യത്തിൽ തീരുമാനമായി. നോ മോർ വറീസ്. താങ്ക് യു മാഡം. നമ്മുടെ സാരികയുടെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ആരാണ് ചേച്ചി പയ്യൻ? മറ്റാരാ പ്രമി? നമ്മുടെ ആദ്യയുടെ ചേട്ടൻ വിക്രാന്ത്. എന്താ ചേച്ചി ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞു. എന്താ ഈ ആലോചിക്കുന്നേ? അതിഥി പറഞ്ഞ കാര്യമാണോ? അതെ അമ്മു, ശാരികയ്ക്ക് വിക്കിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാ വിക്കി എന്തിനാ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അവനെന്താ ചെയ്തേ ചേച്ചി? അവരുടെ വീട്ടിൽ ശാരികയ്ക്കും വിക്കിക്കും എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് അതെന്താ നമ്മളോട് പറയാതിരുന്നത്? അതെങ്ങനെ നടന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ടെൻഷൻ ആവേണ്ട കാര്യമില്ല. വിക്കിയെ ഉറപ്പായിട്ടും വിശ്വസിക്കാം. അവിശ്വാസമൊന്നും അല്ല അമ്മു. വിശ്വാസം ഉണ്ടാക്കാനായിട്ട് എന്നെ വിശ്വസിപ്പിക്കാനെങ്കിലും എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? ഉറപ്പായിട്ടും പറയുമായിരുന്നു. അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നൊന്ന് രക്ഷിച്ചാൽ ജീവിച്ചു പോവാം. ഇവിടെ എന്ത് ചെയ്യാ വിക്കി? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ഞാൻ വരുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനൊരു സർക്കസിന് ഞാൻ മുതിർന്നേ. നിങ്ങൾ രണ്ടുപേരും ഈ നാട് മൊത്തം അറിയിക്കുമല്ലോ. എന്റെ ദേവത ദേഷ്യത്തോടെ ഇരിക്കണമെന്ന് അറിഞ്ഞിട്ടും ഞാനൊന്ന് വന്ന് കണ്ടില്ലെങ്കിൽ അത് ശരിയാവോ? അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം സമ്മതിക്കോ? റൗഡി കൊച്ചേ, ഈ പാതിരാത്രിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലായി. ഞാൻ താഴെ പോയിട്ട് ആരും ഇങ്ങോട്ട് കയറി വരാതെ മാക്സിമം നോക്കാം. പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞിട്ട് ഇവിടുന്ന് പൊക്കോണം. നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഞാൻ രാവിലെ തൊട്ടാ നിന്നെ വിളിക്കുന്ന ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഒരു തവണയെങ്കിലും കോൾ എടുത്ത് ഞാൻ എന്തിനാ വിളിച്ചതെന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരുന്നു. വിക്കി ഒരു അക്ഷരം മിണ്ടരുത്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ശാരികയോടൊപ്പം എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്താ എന്താ ഞാൻ വിചാരിക്കണ്ടേ? അതിന് ആരുടെ എൻഗേജ്മെന്റ് നടക്കുന്നു?
നീ എന്റെ ജീവനാണെന്നുള്ള കാര്യം ഈ കേരളത്തിൽ മുഴുവനും മനസ്സിലായതാണല്ലോ. നീ ഇല്ലെങ്കിൽ ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചവനാണ് ഞാൻ. നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ. അത് മാത്രമല്ല, എനിക്ക് ആ ശാരിക കാണാൻ പോലും ഇഷ്ടമല്ല. വിക്കി, ഭാരതിയെ മാത്രം മതിയും മതിയും എന്ന് പറഞ്ഞ് ഈ വിക്രാന്തിന്റെ ഹാർട്ട് പടപടാന്ന് അടിച്ചോണ്ടിരിക്കുക. ആ ദൈവം ഇറങ്ങി വന്ന് ഈ പെണ്ണിനല്ലാതെ വേറെ ആരെ കെട്ടിയാലും നിനക്ക് സ്വർഗം തരാൻ എന്നോട് പറഞ്ഞാലും നിനക്ക് വേണ്ടി ഞാൻ ആ സ്വർഗം പോലും റിജക്ട് ചെയ്യുന്ന അവസ്ഥയിലാണ്. നീയില്ലാത്ത സ്വർഗം നരകത്തേക്ക് ഭയങ്കരമായിരിക്കും. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നരകത്തിൽ പോലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും. കാലന്റെ കാളയ്ക്ക് പോലും പുല്ലും കൊടുത്ത് സുഖമായി ജീവിക്കും. എന്റെ അമ്മേ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ആരതി 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 നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് അയച്ചതാണല്ലോ. ആരതി, ഇപ്പൊ എങ്ങോട്ടാ പോലെ? ഞാൻ ആരതി വിളിക്കാൻ പോവാ. ചേച്ചി എന്തിനാ വിളിക്കുന്നേ? അവളെന്താ ചെറിയ കുട്ടിയാണോ? അവള് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ. മേളി നല്ല തണുപ്പാണ്. അത് മാത്രമല്ല, ഒരു ദിവസം മഴ, ഒരു ദിവസം വെയില്. അവൾക്ക് അങ്ങനെ വയ്യാതെ വന്ന് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഷോ, ചേച്ചി അവിടെ ഇല്ല. അവിടെ ഇല്ലേ? പിന്നെ കതവ് തുറന്നു കിടക്കുന്നതോ? ലൈറ്റും കാണുന്നല്ലോ. ആരാണ് അവിടെ? അതിഥി നെറ്റ്വർക്ക് ഇല്ലാന്ന് പറഞ്ഞ് കേറിപ്പോയതാമേ. ആ, റീൽസ് ആണോ? എന്ത് പറ്റി ചേച്ചി? അമ്മു, അതിഥിയുടെ ശബ്ദം പോലുണ്ടല്ലോ അത്. അത് ഈ സൈഡിൽ നിന്ന്. എന്ത് പിള്ളേരാണിത്? സമയവും കാലവും ഇല്ല, ഉറങ്ങാനും സമയമില്ല, എണീക്കാനും സമയമില്ല. എന്നാൽ ഒരു തവണ ഞാൻ നോക്കിട്ട് വരാം. അയ്യോ അമ്മേ, ഒന്ന് പോ അമ്മേ. എന്തിനാടി നീ ഇങ്ങനെ ബഹളം വെച്ച് എന്നെ ഇങ്ങനെ ഓടിക്കാൻ നോക്കുന്നേ? അടി മേടിക്കും. ഈ ജന്മത്തിൽ നീ രക്ഷപ്പെടില്ല. സംസാരിച്ചത് മതി, നീ പോവാൻ നോക്ക്. ഇനി എങ്ങനെ അമ്മ വന്ന് കണ്ട പിന്നെ അത് മതി. കുറച്ചു നേരം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടിയേനെ. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒഴിവാക്കി വിട്ടു. എന്ത് ചെയ്യാനാണ് റൗഡി കൊച്ചെ? നിനക്കും ചേട്ടനും ഡെയിലി ഓഫീസിൽ കാണാൻ പറ്റുന്ന പോലെ ഞങ്ങൾക്കും ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. നാളെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ളതാ. എല്ലാരും കിടന്നൊന്ന് ഉറങ്ങിക്കേ.